ഭവനരഹിതർക്ക് ഒരു കൈത്താങ്ങ്. തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് കോളേജിലെ NSS യൂണിറ്റിന്റെ അരുമക്കൂട് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച ആദ്യ ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം തിങ്കളാഴ്ച നടന്നു. തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന അരുമക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയുടെ ആദ്യ ഭവനത്തിന്റെ താക്കോൽദാനം നടന്നു. നിർധനർക്ക് സുരക്ഷിതമായ പാർപ്പിടം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി നടപ്പാക്കുന്ന മാതൃകാപരമായ പദ്ധതിയാണിത്. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ D. മാവോത്ത് ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. NSS unit of this great institutions are acting very altruistically, and that is why this has happened. See, once upon a time, we were living in the cave, isn't it? You ask, maybe 10,000 years back or 50,000 years back, or 1 lakh years before, our great forefathers were living in caves, right? From caves, they have graduated to mud house, isn't it? Leaves, grass houses, isn't it? From that, they graduated to thatched house, like ola, palm, leaves. I remember my grandfather had thatched house, right? But my father had a tiled house. So that is a civilization, right? What is civilization? There is a growth, there is development from one generation to next generations. 2 generations stayed the same way, then that is called stagnation, right? So one generation must be better than the previous generation. That is called civilization. That is called growth. That is called development. So my grandfather lived in a thatched house. My father lived in a tiled house. Maybe today I am living in a marble house, isn't it? Maybe my next generation, my children must maybe they must live still a better house, isn't it? Maybe the next generation may not be living here, they will be living in the space, isn't it? They will be living in the Mars, they will be living in the moon. I think that is the growth and development. If my children stay in the same place, then that is not a growth, that is not the development, that is only stagnation. So I will be only happy, I will brand them developed only when they start living in the space or moons. Or now we have a space tourism, am I right? We have real estate in the space, am I right? Probably the next generation of NSS people will be constructing houses in this space, not here, am I right? You understand that? So that should be the your vision. That must be your dream. Okay, continuously there must be a change. If you get stuck in the same position, same level, that is a stagnation. ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ഫാദർ എബിൻ കെ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ ബേസിൽ വർഗീസ്, MG സർവകലാശാല NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ EN ശിവദാസൻ, സെന്റ് മേരീസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഫാദർ എൽദോസ് ജോർജ്, ജനറൽ സെക്രട്ടറി GV മാത്യു, ട്രഷറർ എൽദോ പോളം, സെന്റ് മേരീസ് ചർച്ച് ട്രസ്റ്റി ഫിനോയ് കോർല, സെന്റ് മേരീസ് സ്കൂൾ മാനേജർ എൽദോസ് PJ, NSS എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ഫാദർ എൽദോസ് K. ജോയ്, വെങ്ങോല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ്, ജിഷ ടോമി, NSS പ്രോഗ്രാം ഓഫീസർ സന്ധ്യ രഞ്ജിത്ത്, കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ആശ TR എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. നമ്മുടെ കോളേജിന്റെ NSS യൂണിറ്റ് ആദ്യമായി ഒരു പ്രഥമ ഭവനം നമ്മളിവിടെ പണി പൂർത്തിയാക്കി അതിൻ്റെ ഉപഭോക്താവിന് നമ്മളിന്നിവിടെ കൈമാറുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭവനം എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് നമ്മളുടെ NSS മുൻകൈ എടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഭംഗിയായി തന്നെ എല്ലാ പണികളും പൂർത്തീകരിച്ച് നമ്മളതൊന്ന് അവർക്ക് കൈമാറുകയാണ്. ഈ NSSന്റെ ഈ അരുമക്കൂട് എന്ന് പറയുന്ന ഭവന നിർമ്മാണ പദ്ധതിയോട് നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സ്, കുട്ടികൾ, അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്ത സഹോദര സ്ഥാപനമായ സെന്റ് മേരീസ് സ്കൂളിലെ കുട്ടികൾ നമ്മളോട് ചേർന്ന് നിന്ന് NSSനോട് ചേർന്ന് നിൽക്കുന്ന ഒട്ടനവധിയായ ആളുകളുടെ
ചെറിയ ചെറിയ സഹായങ്ങളും സാമ്പത്തികവും അല്ലാതെയുമായ സഹായങ്ങൾ ചെയ്ത് ആ പദ്ധതി വൻ വിജയമാക്കി തീർക്കുന്നതിന് സഹകരിച്ച എല്ലാവരോടും ഒരു വാക്കിൽ നന്ദി പറയുന്നതിന് കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് മാർക്കുകളും ഡിഗ്രികളും നേടുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാടുകളിൽ, അവരുടെ സ്വഭാവ വളർച്ചയിൽ, അവരുടെ സമൂഹത്തോടുള്ളതായ ഇൻ്ററാക്ഷനിൽ വളരെ ക്രിയാത്മകമായ മാറ്റം വരുത്താൻ കെൽപ്പുണ്ടാകേണ്ട ഒന്നാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തോട് NSS നിർവഹിക്കുന്ന കടമ അതാണ് എന്ന് ചിന്തിക്കുകയാണ്. സമൂഹത്തോട്, സഹജീവികളോടുള്ള വ്യക്തികളുടെ കാഴ്ചപ്പാടിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക. ഇന്ന് നമ്മുടെ NSS യൂണിറ്റ് നമ്മുടെ ക്യാമ്പസിൽ അത്തരത്തിലുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ അരുമക്കൂട് എന്ന പ്രോജക്റ്റ്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ആവശ്യങ്ങളെ, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ കാണുവാനും അതിലിടപെടാനും ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. മറ്റനേകം പ്രോജക്റ്റുകൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ NSS യൂണിറ്റിന് സാധിക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ NSS യൂണിറ്റും ഉണ്ട്, യൂണിറ്റ് സെല്ലും ഉണ്ട് എന്നും വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് ഈ അരിമക്കൂടിന്റെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഭവനം നമുക്ക് ചുറ്റുമുള്ള ഒരു കുടുംബത്തിന് നൽകുകയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിലൂടെ ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ വിദ്യാർത്ഥികളിൽ അവർ വളർന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ എത്തിച്ചേരുന്ന ഇടങ്ങളിലൊക്കെ ചുറ്റുമുള്ളവരെ കാണാനും അവരുടെ ജീവിതങ്ങളിൽ ഇടപെടാനും ഒക്കെ സാധിക്കുന്ന ഒരു കാഴ്ചപ്പാട് പകരാൻ ഈ പദ്ധതികൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധതയും സേവന മനോഭാവവും ഉയർത്തിപ്പിടിക്കുന്ന അരുമക്കൂട് പദ്ധതി സമൂഹത്തിലെ ഭവനരഹിതർക്കും നിർധനർക്കും കൈത്താങ്ങാകുന്ന മാതൃകാപരമായ സംരംഭമാണെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ NSS പ്രസ്ഥാനത്തിന്റെ സാമൂഹിക പ്രതിബദ്ധത കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായും ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, സ്നേഹവീട് എന്നുള്ള പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ 5000-ലധികം വരുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒരെണ്ണം പോലും സ്നേഹവീട് പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യം. അപ്പം ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പല പ്രോജക്റ്റുകളും പറയുന്നതേ ഉള്ളൂ. പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ വിഷമമാണ്. പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ പോസിറ്റീവായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ അതീവ ബുദ്ധിമുട്ടാണ് എന്ന തിരിച്ചറിവാണ് പലപ്പോഴും ഇത്ര റിസ്ക് പിടിച്ച കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് മറ്റ് യൂണിവേഴ്സിറ്റികൾ സ്വാഭാവികമായി ചിന്തിച്ചത്. ആ സ്ഥാനത്തേക്കാണ് നമ്മൾ കടന്നു വന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് 332ാമത്തെ വീട് ഇവിടെ നമ്മൾ ഈ മഹത്തായ ചടങ്ങിൽ കീ ഹാൻഡ് ഓവർ സെറിമണി ഇവിടെ നടത്തുകയായിരുന്നു. എത്ര കോടി രൂപ സമാഹരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എങ്ങനെ ഇത് സാധിച്ചു എന്ന് ചോദിച്ചാൽ, ബഹുമാനായ വൈസ് ചാൻസലർ സംസാരിച്ച ഒരു കാര്യമുണ്ട്. മഹാത്മാഗാന്ധിയുടെ ആ തത്വചിന്ത, അതിൽ അദ്ദേഹം ട്രസ്റ്റി എന്നുള്ള, സമൂഹത്തിൽ നമ്മളെല്ലാം ട്രസ്റ്റിമാരായി മാറണം എന്നുള്ള ഒരാശയവും ഒരു ആദർശവും നമുക്കായി തന്നു. ഗാന്ധി ജയന്തിയും ഗാന്ധി സമാധിയൊക്കെ പറയുമ്പോഴും, ഗാന്ധിയെപ്പറ്റി പറയുമ്പോഴും ഗാന്ധി പറഞ്ഞത് മനഃപൂർവ്വം നമ്മൾ അവഗണിക്കുന്ന നാടാണ്. പലതും പലപ്പോഴും അവഗണിക്കുന്ന നാടാണ്, എല്ലാമല്ല. അപ്പോ അതുപോലെ ഒരു ട്രസ്റ്റ്, നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.